ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഓഗസ്റ്റ് 13. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്ത് നാം കേൾക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ വെറുമൊരു തർക്കപരിഹാരത്തിനുള്ള മാർഗരേഖയല്ല, മറിച്ച് അവ സുവിശേഷത്തിൻ്റെ ഹൃദയം തന്നെയാണ്. അനുരഞ്ജനവും കൂട്ടായ്മയും. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളും തർക്കങ്ങളും ഉണ്ടാകും. വാക്കുകളും പ്രവൃത്തികളും വഴി പരസ്പരം വേദനിപ്പിക്കുന്ന നിമിഷങ്ങളും ഉണ്ടാകാറുണ്ട്. ക്രിസ്തീയമായി നാം അവയെ എങ്ങനെയാണ് പരിഹരിക്കുക? സ്നേഹത്തിൻ്റെ മാർഗമാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്. യേശു പറയുന്നു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതായത് രഹസ്യമായി, മുഖാമുഖമായി തെറ്റ് ചെയ്തയാളുടെ മാനം കാത്തുകൊണ്ട് ബഹുമാനത്തോടെ സംവദിക്കുക. സത്യമായ സ്നേഹം തെറ്റ് ചൂണ്ടിക്കാണിക്കും, പക്ഷേ അത് മാനം കെടുത്താനല്ല, സൗഖ്യം പകരാനാണ്. ഒരുപക്ഷെ ഈ ആദ്യ ചുവട് തന്നെ പിഴയ്ക്കുന്നതാണ് നമ്മുടെ അനുഭവം, അല്ലേ? സാധാരണഗതിയിൽ ഭാരമുള്ള പഴയ ഓർമ്മകളൊന്നും കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ചിലപ്പോഴെങ്കിലും ഇന്നലകളിൽ നിന്നും പറന്നു വന്ന മനസ്സിനെ കൊത്തി വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇത്തരത്തിൽ മുഖാമുഖമായി സംവദിക്കാതെ മാനം കെടുത്തുന്ന രീതിയിൽ പരത്തിയിട്ടുള്ള വിവരങ്ങളും കഥകളുമാണ്. എന്നാൽ അതേസമയം ഇത്തരമൊരു രഹസ്യാത്മകതയും നേരിട്ടുള്ള തെറ്റുതിരുത്തലുകളും മറ്റുള്ളവരുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുമ്പോൾ പലപ്പോഴും ഇല്ല എന്ന് തലകുനിച്ച് പറയേണ്ടി വരും. എൻ്റെ പിഴ. യേശു തുടരുന്നു, നേരിട്ടുള്ള ഈ സംവാദം ഫലിക്കാതെ വന്നാൽ 2-3 സാക്ഷികളെ നിന്റെ കൂടെ കൊണ്ടുപോവുക. അതും കുറ്റം തെളിയിക്കാനല്ല, അപരൻ്റെ ഹൃദയത്തെ തുറക്കാൻ വേണ്ടിയാണ്. 3-ാമത്തെ പടി സഭയോട് പറയലാണ്. അതായത് അനുരഞ്ജനം എന്നതൊരു സ്വകാര്യ നടപടി മാത്രമല്ല, അത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേർന്നിരിക്കുന്നു. അവസാനം അവിടുന്ന് പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഇത് ഒരു സാമൂഹ്യ പ്രാർത്ഥനയുടെ കാര്യം മാത്രമല്ല, മറിച്ച് നാം അനുരഞ്ജനത്തിനായി ശ്രമിക്കുമ്പോൾ, ഇടർച്ച വന്ന് താളപ്പിഴകൾ സംഭവിച്ച ബന്ധങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് അവിടെയുണ്ട്. പ്രശ്നപരിഹാരത്തിനായി നാമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ, അത് കുടുംബത്തിലാവട്ടെ, ഇടവകയിലാവട്ടെ, പൊതുസമൂഹത്തിലാവട്ടെ, യഥാർത്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിലാണോ നാം ഒരുമിച്ച് കൂടുന്നത്? സൗഖ്യമാക്കാനാണോ നമ്മുടെ ശ്രമം? ദൗർഭാഗ്യവശാൽ പലപ്പോഴും ആൾക്കൂട്ട വിചാരണകളാണ് നടക്കാറുള്ളത്. സഹോദരനെയോ സഹോദരിയെയോ തിരിച്ചു പിടിക്കാനുള്ള കൂട്ടായ്മകളാണ്, വിചാരണക്കൂട്ടങ്ങളല്ല യേശു ആഗ്രഹിക്കുന്നത്. കൃപ പ്രവർത്തിക്കുന്നതിന് ഇടമൊരുക്കാനാണ് യേശു ക്ഷണിക്കുന്നത്. ഇന്ന് നിങ്ങളിൽ നിന്നും അകന്നുപോയ ഒരാളെ, വാക്കുകളാലോ പ്രവൃത്തിയാലോ മൗനത്താലോ അടർന്നുപോയ ഒരു ബന്ധത്തെ ഓർത്തെടുക്കൂ. ആദ്യ ചുവടെടുക്കാൻ ധൈര്യവും വിനയവും പ്രാർത്ഥിച്ചു വാങ്ങൂ. യേശുവിൻ്റെ നാമത്തിലുള്ള നിന്റെ യാത്രയിൽ അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ.